നെവിൻ്റെ ഫാൻസുകാർ ഈ ഒരു വീഡിയോ നീർന്ന നെഞ്ചുമായിട്ട് കണ്ടേ പറ്റൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ 100 അല്ല 110% ഗ്യാരണ്ടി വെച്ച് പറയുവാണ്, ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയേക്കുന്നത് നെവിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ്. അഥവാ ഇപ്പം നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ വിളിക്കാൻ പറ്റും, എന്തൊക്കെ വേണം വിളിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അത്രമാത്രം ഗ്യാരണ്ടിയോടെയാണ് ഞാൻ പറയുന്നത്. ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളത് നെവിൻ തന്നെയാണ്. ഓക്കെ, ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ പുറത്ത് പോകേണ്ടിയിരുന്നത് സാബുമാൻ തന്നെയായിരുന്നു. പക്ഷെ സാബുമാൻ എന്ത് കാണിച്ചോ, നെവിൻ്റെ മണ്ടത്തരം കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല, സാബുമാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളത് എങ്കാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ആഴ്ച നെവിൻ ചെയ്ത 2-3 മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ആദ്യമായിട്ട് അനുമോളെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തായിരുന്നു. അനുമോളുടെ ബെഡിൽ വെള്ളം കോരി ഒഴിക്കുക, അതുപോലെ തന്നെ അനുമോളെ പുറകെ നടന്ന് വളരെ ടോർച്ചർ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കാണ് ഷാനവാസിനെ ഇങ്ങനെ നെഞ്ചെത്തിരിച്ച് ഷാനവാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ഇങ്ങനെയെന്ന് പറഞ്ഞ് പല പ്രശ്നങ്ങളും നെവിൻ ഈ ആഴ്ച ചെയ്തതുകൊണ്ട് തന്നെ നെവിന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിഞ്ഞ് നല്ല രീതിയിൽ വോട്ട് കിട്ടാണ്ട് ലാസ്റ്റ് പോയ രംഗം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വോട്ടിംഗ് റിസൾട്ടിൽ തന്നെ. അപ്പോൾ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നെവിൻ വളരെ ദുഃഖത്തോടെ തന്നെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുക. ഈ വാർത്ത 100% സത്യമായിട്ടോ, നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടിട്ട് പറ, ലാസ്റ്റ് നെവിൻ പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. CS റോക്കേഴ്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ അതേപോലെ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. എന്നിട്ട് ഈ വീഡിയോയുടെ താഴെ വന്ന് എങ്ങനെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് എനിക്ക് ഒരു കുഴപ്പമില്ല. അഥവാ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുകയെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് അതേ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കണം, ഹൈപ്പ് അടിക്കണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നെവിൻ സത്യം പറഞ്ഞാൽ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ഈ ലാസ്റ്റ് ആഴ്ചയിൽ എത്തിയപ്പോഴേക്കും നെവിൻ എൻ്റയർലി മാറി ഒരു വില്ലൻ കളിയായി മാറിയത് കൊണ്ട് തന്നെ നല്ല വോട്ട് കുറഞ്ഞുകൊണ്ടാണ് നെവിൻ ഈ ആഴ്ച പോകുന്നത്. അല്ലാന്നുണ്ടായിരുന്നെങ്കിൽ സാബുമാൻ തന്നെയായിരുന്നു ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടിയിരുന്നത്. പിന്നെ ഞാൻ അറിയാൻ ഇടയായ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടെന്നും കൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി നെവിനാന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പിച്ച് പറയാം. ഇനി മറ്റൊരു വ്യക്തി ആരാന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാനായിട്ടില്ല. ഞാൻ എന്തായാലും കുറച്ച് മണിക്കൂറും കൂടെ കഴിയുമ്പോഴേക്കും എനിക്ക് കറക്റ്റായിട്ടുള്ള വാർത്ത കിട്ടുന്നതായിരിക്കും. കിട്ടി ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളൊക്കെ വിചാരിക്കും ഇത് ഫേക്ക് ന്യൂസ് ആണ്. പക്ഷേ ഇത് ഫേക്ക് ന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ അല്ല, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത ഞാൻ ഇടുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ പൂരം തെറിയായിരിക്കും. പക്ഷേ എപ്പിസോഡിൽ നെവി തന്നെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത്. അതുമാത്രമല്ല, നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മസ്താനിക്ക് നടന്ന പോലെയൊക്കെ സംഭവിക്കാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. അതായത് നെവിൻ ഈ ആഴ്ച ചെയ്തു കൂട്ടിയത് കൊണ്ടൊക്കെ തന്നെ അനുമോൾ, നൂറ, ആദില ഇവർ 3 പേരും കൂടെ നെവിനിട്ട് നല്ല മുട്ടം പണി കൊടുക്കുന്നതന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നെവിൻ പുറത്ത് പോകുന്ന സമയമാകുമ്പോഴേക്കും കൈയടിക്കുക, ആഘോഷിക്കുക, കൂവല് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. നമുക്കൊരു പ്രഡിക്ഷനാണ്, ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. എന്തായാലും നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിയുമ്പോഴേക്കും നല്ല രീതിയിലുള്ള ഗോസിപ്പുകൾ അനുമോളായിക്കോട്ടെ നൂറയൊക്കെ ഇട്ട് നല്ല രീതിയിലിട്ട് റോസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നെവിനിട്ട് മുട്ടം പണി കൊടുക്കാൻ തന്നെയാണ് ലാലേട്ടൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ ഇന്ന് എയറിൽ പോകാനുള്ള നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നെവിൻ പുറത്ത് പോയതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചിട്ട് പോയേക്കുക ഗൈസ്. പിന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.